1945 ഏപ്രിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സഖ്യകക്ഷികൾ ജർമ്മനിയുടെ ഉള്ളിലേക്ക് അധിനിവേശം നടത്തുകയാണ്. ഡോൺ വാർഡാഡി എന്ന യുദ്ധരംഗത്ത് പയറ്റിത്തെളിഞ്ഞ കമാൻഡറുടെ കീഴിലുള്ള 5 പേരടങ്ങുന്ന സംഘമാണ് ഈ കഥയിലെ കേന്ദ്രബിന്ദു. ഫ്യൂരി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഷെർമൻ ടാങ്കാണ് അവരുടെ ലോകം. യുദ്ധത്തിന്റെ തുടക്കം മുതൽ പോരാടിക്കൊണ്ടിരിക്കുന്ന പരിചയസമ്പന്നനാണ് വാർഡാഡി. ടാങ്കിലെ ഒരംഗം കൊല്ലപ്പെടുന്നതോടെ പകരം വരുന്നത് യുദ്ധം കണ്ടിട്ട് പോലുമില്ലാത്ത നോമൻ എന്ന തികച്ചും നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ. യുദ്ധത്തിന്റെ കൊടും ക്രൂരതകളിലേക്ക് നോമൻ പതുക്കെ വലിച്ചെറിയപ്പെടുന്നു. ശത്രുവിനെ കൊല്ലാൻ മടിക്കുന്ന നോമനെ യുദ്ധത്തിന്റെ ക്രൂരമായ നിയമങ്ങൾ പഠിപ്പിക്കുന്നത് വാർഡാഡിയാണ്. അദ്ദേഹത്തിനൊപ്പം ബൈബിൾ വായിക്കുന്ന ഷാർപ്പ് ഷൂട്ടർ ബോയ് ബൈബിൾ സ്വാൻ, ഡ്രൈവർ ട്രിനി ഗാർസിയ, ലോഡർ ഗ്രേഡി ട്രാവിസ് എന്നിവരുമുണ്ട്. ടാങ്കിലെ മുൻ ഗണ്ണർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് യുദ്ധപരിചയമില്ലാത്ത യുവസൈനികനായ നോർമൻ എലിസൺ സംഘത്തിൽ ചേരുന്നു. ടൈപ്പിസ്റ്റായി ജോലി ചെയ്തിരുന്ന നോർമൻ ആദ്യമായി യുദ്ധഭൂമിയിലെത്തുമ്പോൾ കൊല്ലാൻ പോലും മടിക്കുന്നു. എന്നാൽ യുദ്ധത്തിന്റെ ക്രൂരത നേരിട്ട് അനുഭവിക്കുമ്പോൾ ജീവൻ രക്ഷിക്കാനായി അയാളും സ്വയം മാറിത്തുടങ്ങുന്നു. ആ മാറ്റത്തിന്റെ കഥ പറയുന്ന ഒരു യുദ്ധവിരുദ്ധ മാനസികാവസ്ഥ സമ്മാനിക്കുന്ന സിനിമയാണ് ഡേവിഡ് അയാർ സംവിധാനം ചെയ്ത 2014 പുറത്തിറങ്ങിയ ഫ്യൂരി. രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള സിനിമകൾ സാധാരണയായി കളിമൺ പ്രതിമകൾ പോലെയുള്ള നായകന്മാരെയും അവരുടെ ആദർശങ്ങളെയും വാഴ്ത്തിപ്പാടാറുണ്ട്. എന്നാൽ യുദ്ധം മനുഷ്യനെ എത്രത്തോളം മൃഗമാക്കുന്നു എന്നും അതിജീവനത്തിൻ്റെ ആ പഴയ വേട്ടയാടൽ നിയമങ്ങൾ എങ്ങനെയാണ് മനസാക്ഷിയെ തകർക്കുന്നതെന്നും കാണിച്ചു തരുന്ന ചിത്രമാണ് ഫ്യൂരി. വെറുമൊരു യുദ്ധ സിനിമ എന്നതിനപ്പുറം ഒരു ഇരുമ്പ് പെട്ടിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട 5 മനുഷ്യരുടെ മാനസിക സംഘർഷങ്ങളുടെയും ഭയത്തിൻ്റെയും ചോരയിറ്റുന്ന ആവിഷ്കാരമാണ് ഈ ചിത്രം. ഫ്യൂരി ഒരു സാധാരണ യുദ്ധ സിനിമയല്ല. ഇത് യുദ്ധത്തിൻ്റെ മഹത്വവൽക്കരണമല്ല, മറിച്ച് യുദ്ധം മനുഷ്യനെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിൻ്റെ ശക്തമായ ദൃശ്യാവിഷ്കാരമാണ്. ഫ്യൂരിയുടെ രചന നിർവഹിച്ചത് സംവിധായകൻ കൂടിയായ ഡേവിഡ് അയാർ തന്നെയാണ്. ട്രെയിനിങ് ഡേ എന്ന ചിത്രത്തിന്റെ തിരക്കഥയിലൂടെ അക്കാലത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അദ്ദേഹം. യുദ്ധ സിനിമയെ പതിവ് ഹോളിവുഡ് ശൈലിയിൽ നിന്ന് അവതരിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പകരം യുദ്ധത്തിന്റെ ചെളിയും രക്തവും ഭയവും ക്ഷീണവും പ്രേക്ഷകർക്ക് നേരിട്ട് അനുഭവിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ സിനിമയെ രൂപകൽപ്പന ചെയ്തത്. ഡേവിഡ് അയാറിന്റെ കുടുംബത്തിൽ നിരവധി പേർ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നതായും രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള പഠനങ്ങളും സൈനികരുടെ ആത്മകഥകളും ഈ സിനിമയുടെ രൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതായും അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഫ്യൂരി എന്ന ഈ സിനിമയ്ക്കായി അഭിനേതാക്കൾക്ക് ആഴ്ചകളോളം സൈനിക പരിശീലനം നൽകി. ഒരുമിച്ച് താമസിക്കുകയും കഠിനമായ ശാരീരിക പരിശീലനം നടത്തുകയും യഥാർത്ഥ ടാങ്കുകൾ ഉപയോഗിച്ച് പരിശീലിക്കുകയും ചെയ്തു. ഇതിലൂടെ അവർ തമ്മിലുള്ള ബന്ധം സിനിമയിലും സ്വാഭാവികമായും പ്രകടമായിരുന്നു. ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച പ്രധാന ടാങ്ക് M4 ഷെർമാനാണ്. എന്നാൽ അതുമാത്രമല്ല, ലോകത്ത് പ്രവർത്തനക്ഷമമായി അവശേഷിച്ചിരുന്ന ബ്രിട്ടനിലെ ബോവിംഗ്ടൺ ടാങ്ക് മ്യൂസിയത്തിൽ നിന്നും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ ടൈഗർ ടാങ്ക് ചിത്രീകരണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു യഥാർത്ഥ ടൈഗർ ടാങ്ക് ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ അത്യപൂർവമായ സംഭവമായിരുന്നു. ഫ്യൂരി 2014 ഒക്ടോബർ 17 അമേരിക്കയിൽ റിലീസ് ചെയ്തു. സാധാരണ ഹോളിവുഡ് സിനിമകൾ എന്നതുപോലെ യുദ്ധത്തിന്റെ ഗ്ലാമർ വൽക്കരണമില്ലാതെ ചെളിയും ചോരയും ഭയവും നിറഞ്ഞ അന്തരീക്ഷം കൃത്യമായി ദൃശ്യവൽക്കരിച്ചതിന് നിരൂപകർ ഈ സംവിധായകനെ ഒട്ടേറെ അഭിനന്ദിച്ചു. പ്രത്യേകിച്ച് ബ്രാഡ് പിറ്റിന്റെയും നോർമനായി ജീവിച്ച ലോഗൻ ലെർമാന്റെയും പ്രകടനങ്ങൾ ഏറെ പ്രശംസിക്കപ്പെട്ടു. $68 മില്യൺ നിർമ്മാണ ചെലവുണ്ടായിരുന്ന ഈ ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്ന് $211 മില്യൺ കളക്ട് ചെയ്ത് വലിയ വിജയമായി മാറി. റോമൻ വാസിനോവ് എന്ന ഛായാഗ്രാഹകന്റെ ദൃശ്യചാരുതയും സ്റ്റീവൻ പ്രൈസ് എന്ന സംഗീതജ്ഞന്റെ പശ്ചാത്തല സംഗീതവും ഈ സിനിമയെ കൂടുതൽ കരുത്തു പകർന്നുള്ളതാക്കി മാറ്റി. വിമർശകരും പ്രേക്ഷകരും ഒരുപോലെ ചിത്രത്തെ അംഗീകരിച്ചു, പ്രശംസിച്ചു. പ്രത്യേകിച്ച് യുദ്ധരംഗങ്ങളുടെ യാഥാർത്ഥ്യം, ടാങ്ക് യുദ്ധങ്ങളുടെ അവതരണം, ബ്രാഡ് പിറ്റിന്റെ പ്രകടനം, അവസാന പോരാട്ടരംഗം എന്നിവയ്ക്ക് വലിയ അംഗീകാരമാണ് ലഭിച്ചത്. ആളുകൾ കയ്യടികൾ കൊണ്ട് തിയേറ്ററുകളിൽ ഈ സിനിമയെ മികവുറ്റ ഒരു അനുഭവമാക്കി തീർത്തു. ബ്രാഡ് പിറ്റ് അവതരിപ്പിച്ച വാർഡാഡി എന്ന കഥാപാത്രം ശക്തനും കരുണയുള്ളവനുമായ ഒരു യുദ്ധ നേതാവാണ്. യുദ്ധം അദ്ദേഹത്തെ കഠിനനാക്കിയിട്ടുണ്ടെങ്കിലും തൻ്റെ സംഘത്തെ ജീവനോടെ നിലനിർത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ലോഗൻ ലെർമാൻ അവതരിപ്പിച്ച നോർമൻ എൽസൺ എന്ന കഥാപാത്രം
പ്രേക്ഷകരുടെ പ്രതിനിധിയാണ്. യുദ്ധത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു യുവാവ് എങ്ങനെ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നു എന്നത് അദ്ദേഹത്തിലൂടെയാണ് സിനിമ പറയുന്നത്. ഷിയ ലബഹ്, മൈക്കൽ ഫെന, ജോൺ ബെർന്തൽ എന്നിവരും മികച്ച പ്രകടനം ഈ സിനിമയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചു. സിനിമയിലെ പ്രശസ്തമായ ടാങ്ക് യുദ്ധങ്ങൾ ഇന്നും ഏറ്റവും യാഥാർത്ഥ്യബോധത്തോടെ ചിത്രീകരിച്ച യുദ്ധരംഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഫ്യൂരി പുറത്തിറങ്ങിയതിന് ശേഷം ടാങ്ക് യുദ്ധങ്ങളെ അവതരിപ്പിക്കുന്ന യുദ്ധ സിനിമകളിൽ പുതിയൊരു മാനദണ്ഡം അത് സൃഷ്ടിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള നിരവധി സിനിമകൾ വലിയ സൈനിക നീക്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നപ്പോൾ ഫ്യൂറി ഈ ടാങ്കിനുള്ളിലെ 5 പേരുടെ അനുഭവങ്ങളിലൂടെ യുദ്ധത്തിൻ്റെ മാനസികവും ശാരീരികവുമായ ഭീകരതയെയാണ് അവതരിപ്പിച്ചത്. ഇന്നും മികച്ച രണ്ടാം ലോക മഹായുദ്ധ സിനിമകളുടെ പട്ടികയിൽ ഫ്യൂറി സ്ഥിരമായി ഇടം പിടിക്കുന്നുണ്ട്. യുദ്ധത്തെ വീരകഥയായിട്ടല്ല, മനുഷ്യൻ്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായി അവതരിപ്പിച്ച ചിത്രമായി ഇത് വിലയിരുത്തപ്പെടുന്നു. പിൽക്കാല യുദ്ധ സിനിമകളുടെ ചരിത്രത്തിൽ ഫ്യൂറി ഒരു പുതിയ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനു മുൻപിറങ്ങിയ പല ചിത്രങ്ങളും വ്യോമാക്രമണങ്ങൾക്കോ പതാകയേന്തിയുള്ള കാൽനട സൈന്യത്തിൻ്റെ മുന്നേറ്റങ്ങൾക്കോ പ്രാധാന്യം നൽകിയപ്പോൾ ടാങ്ക് യുദ്ധങ്ങളുടെ തന്ത്രപരമായ വശങ്ങളും അതിൻ്റെ ഭീകരതയും ഇത്രയും ആഴത്തിൽ കാണിച്ച മറ്റൊരു സിനിമയില്ല. സിനിമയിൽ കാണിക്കുന്ന ഗ്രീൻ ആൻഡ് റെഡ് ലെസ്റ്റർ ബുള്ളറ്റുകൾ യുദ്ധരംഗങ്ങൾക്ക് തത്സമയ സ്റ്റാർ വാർസ് ഫീൽ നൽകിയെങ്കിലും അത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ യഥാർത്ഥ യുദ്ധരീതിയായിരുന്നു എന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. യുദ്ധം നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് അതിജീവിക്കാൻ വേണ്ടി മനുഷ്യൻ സ്വന്തം മാനവികതയെ പണയം വയ്ക്കുന്ന അവസ്ഥയാണെന്ന ഫ്യൂരിയുടെ ദർശനം പിൽക്കാലത്തെ പല റിയലിസ്റ്റിക് യുദ്ധ സിനിമകൾക്കും പ്രചോദനമായി. ഫ്യൂറി നമ്മെ പഠിപ്പിക്കുന്നത് യുദ്ധത്തിൽ യഥാർത്ഥ വിജയികളില്ല എന്ന സത്യമാണ്. യുദ്ധം അവസാനിക്കുമ്പോൾ അവശേഷിക്കുന്നത് തകർന്ന നഗരങ്ങളും നഷ്ടപ്പെട്ട ജീവനുകളും മുറിവേറ്റ മനുഷ്യരുമാണ്. പ്രിയപ്പെട്ടവരെ, യുദ്ധ സിനിമകളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, ലോകത്തെ മഹത്തായ സിനിമകളെ സ്നേഹിക്കുന്ന എല്ലാവരും, നല്ല സിനിമകൾ തേടി പിടിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സിനിമകളിലൊന്നാണ് ഫ്യൂരി.